കേരള യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന സെനറ്റ് യോഗം ചാൻസലർ റദ്ദാക്കിയേക്കും. വിസി ഒപ്പിടാത്ത മിനിറ്റ്സിന് സാധുതയില്ല. പ്രമേയം പാസാക്കിയത് നിയമവിരുദ്ധമാണ്. മന്ത്രിയുടെ ഇടപെടലിൽ നിയമപരമായി നീങ്ങാനും രാജ്ഭവൻ ആലോചിക്കുന്നുണ്ട്. വിസിയുടെ റിപ്പോർട്ടിന് ശേഷം അന്തിമ തീരുമാനമെടുക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇല്ലാത്ത അധികാരം പ്രയോഗിച്ചെന്ന് ഗവർണർ പറഞ്ഞു. ചാൻസലറോ ചാൻസലർ നിർദ്ദേശിക്കുന്ന ആളോ ആകണം സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. I am not fully aware. The only thing I am aware is that somebody claiming to be education minister tried to intrude into the meeting of the Senate illegally. This is violation of the law. Senate meeting can be chaired either by the Chancellor or by somebody authorized by the Chancellor. No other person has the right to preside over. കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഗവർണർക്ക് കോടതിയെ സമീപിക്കാമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. വിവാദങ്ങൾ കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല കലുഷിതമാക്കാൻ സർക്കാരിന് താൽപര്യമില്ലെന്നും ആർ ബിന്ദു പറഞ്ഞു. ചാൻസലർ സർവകലാശാല നിയമങ്ങളെ വെല്ലുവിളിക്കുന്നുവെന്ന് സിൻഡിക്കേറ്റ് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. പ്രോ ചാൻസലർ സെനറ്റിൽ അധ്യക്ഷത വഹിച്ചത് നിയമപ്രകാരമാണ്. സുപ്രീംകോടതി വിധിയും UGC റെഗുലേഷനും അംഗീകരിക്കാൻ ചാൻസലർ തയ്യാറാകണമെന്നും പ്രസ്താവനയിൽ പറയുന്നു. അത് അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാലോ. ഇവിടെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ആരെക്കാളും അങ്ങനെ എന്താ പറയാ, ഞാനാണ് എല്ലാത്തിന്റെയും അധികാരി എന്ന് വിധിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ നമുക്ക് കേരളത്തിൽ പരിചിതമായിട്ടുള്ള ഒരു കാര്യമല്ല. ഏത് രീതിയിലാണ് അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ പോകുന്നത് എന്ന് ഇന്ന് കേരളത്തിൽ മാത്രമല്ല എമ്പാടുമുള്ള മനുഷ്യർക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കമന്റ് പറയുന്നില്ല. കേരളത്തിന്റെ നേട്ടങ്ങളെ ഇകഴ്ത്തി പറയാൻ താല്പര്യം കാണിക്കുന്ന ആളുകൾ കേരളത്തോട് എത്രത്തോളം താല്പര്യമുള്ളവരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. ആർ.ബി. സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ, സെനറ്റ് യോഗം ചേർന്നതും കോടതി കയറാനാണോ സാധ്യത? എന്താണ് ഗവർണറുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും നിലപാട്? ദിവ്യ, കേരള സർവകലാശാല സെനറ്റ് യോഗം റദ്ദാക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ മുമ്പിലുള്ളത്. നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച രാജ്ഭവനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മേൽ, അതുപോലെ തന്നെ ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ, ഇവരെല്ലാം ഇപ്പോൾ ഗവർണറുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുകയാണ്. VC നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സെനറ്റ് യോഗം റദ്ദാക്കുന്ന കാര്യത്തിൽ ഗവർണർ ഒരു നിലപാടെടുക്കുകയുള്ളൂ. പ്രധാനമായിട്ടും ഇതിൽ ഈ നോമിനികൾ അടക്കം ഉള്ളവർ ഉന്നയിക്കുന്ന വിഷയം ഒന്ന്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഈ സെനറ്റ് യോഗത്തിൽ അധ്യക്ഷ വഹിച്ച കാര്യമാണ്. രണ്ടാമത്തത്, ഈ സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകുന്നതിന് വേണ്ടിയായിരുന്നു ഈ സെനറ്റ് യോഗം ചേർന്നത്. പക്ഷേ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകണ്ട എന്നുള്ള പ്രമേയമാണ് അന്ന് പാസ്സാക്കിയത്. ഇതിന്റെ മിനിറ്റ്സിൽ വൈസ് ചാൻസലർ ഒപ്പിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മിനിറ്റ്സിന് സാധ്യതയില്ല എന്നുള്ള കാര്യമാണ് അവർ അറിയിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ നിയമപരമല്ലാത്ത നടപടിയിൽ രജിസ്ട്രാർക്കും PROക്കും പങ്കുണ്ട്. ഇവർക്കെതിരെ നടപടി വേണം. ഇത്രയും ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ സെനറ്റ് യോഗം റദ്ദാക്കാൻ വേണ്ട ഒരു നീക്കമാണ് രാജ്ഭവനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. VCയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു നടപടിയിലേക്ക് പോകുന്നത്. പക്ഷേ